നമസ്കാരം. പ്ലേറ്റ്സ് ആൻഡ് പ്ലാന്റ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മരുമനെ, ഇന്ന് എന്താണ് പരിപാടി? നമ്മളെല്ലാരും ഒത്തുകൂടിട്ട് എന്താ ചെയ്യാൻ പരിപാടി പറഞ്ഞ മാമ? ഇന്ന് നമ്മളുടെ പരിപാടിയല്ല, ഇന്ന് മെയിൻ ഷെഫാണ്, നമ്മുടെ അമ്മയാണ്. അതെ, നമ്മൾ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്തായാലും ഇതെന്റെ അമ്മയാണ്, അച്ഛനാണിത്. അപ്പൊ ഒന്ന് അമ്മയാണ് ഫുഡ് വെക്കാൻ പോണത്. അമ്മ ജയലക്ഷ്മി, ഇത് കണ്ണാട്ടെ. അതെ. അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ? എന്താണ് പറയുക? ഇന്ന് നമ്മുടെ പാലക്കാടൻ കറി തന്നെ, കോഴിയും കുമ്പളങ്ങിയും. അതില്ലാത്തൊരു കല്യാണം നമ്മുടെ പാലക്കാട് ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഈ ചിറ്റൂര് അതില്ലല്ലോ. അതുണ്ടെങ്കിലേ കല്യാണത്തിന് കുറെ ആൾക്കാരെങ്കിലും ഉണ്ടാവുള്ളൂ. വൈകുന്നേരം സാമ്പാർ രസം പറഞ്ഞ കുറച്ച് ആൾക്കാർ കുറവായിരിക്കും. എന്താ അച്ഛന്റെ അഭിപ്രായം? അതേമാതിരി തന്നെയാണ് ഈ കോഴിയും കുമ്പളങ്ങ പറഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സ്നേഹമുള്ള ഭാര്യ ഭർത്താവുമാരിയാണ് കോഴിയും കുമ്പളങ്ങയും. നല്ലൊരു കോമ്പിനേഷൻ. അത് സൗന്ദര്യമാണെങ്കിലും ശരി, സമ്പത്താണെങ്കിലും ശരി, പിണക്കങ്ങളാണെങ്കിലും ശരി, അതുമാതിരി ഉണ്ടാവും. കോഴിയും കുമ്പളങ്ങിന്റെ പ്രത്യേകത പറയുന്നത് അതാണ്. അപ്പൊ ഇത് എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇപ്പൊ ഓരോന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട്? ഇതിപ്പോ നമ്മള് പ്രിപ്പയർ ചെയ്യാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അരപ്പോളം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയുള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, തക്കാളി, പച്ചമുളക്, പിന്നെ എന്തൊക്കെയാ നമുക്ക്? നമ്മള് ഉരുളക്കിഴങ്ങ് കുറച്ച് വേഗം വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന്റെ കുറച്ച് അതിന്റെ കൊഴുപ്പ് ചേർത്ത്, കൊഴുപ്പും ഒരു ടേസ്റ്റും ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്, കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ്. അതെ അതെ. പിന്നെ കുരുമുളകും ജീരകം, നമ്മള് പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം എല്ലാം ഇട്ട് ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റേ വലിയുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് അടുപ്പിൽ വെച്ച് ആക്കേണ്ടതായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇവിടുന്ന് നരാട്ടൻ തകൃതമായി കറികൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് നരാട്ട ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗ്രില്ലാണ് കേട്ടോ. ഇവിടെ അതായത് രണ്ട് ഇത് വെച്ചിട്ടുണ്ട്. ഒന്നില് വന്നിട്ട് നമുക്ക് കോഴിയും കുമ്പളങ്ങയും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ അതില് ഉരുളക്കിഴങ്ങ് വെന്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയം തന്നെ ഇവിടെ നമ്മൾ ഗ്രില്ലടിക്കാനുള്ള കനലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നരാട്ടൻ. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. നമ്മള് എന്തൊക്കെയാണ് കായ്കറികൾ മാമ നമുക്ക് ഈ കോഴിയും കുമ്പളങ്ങയാക്കി വേണ്ടത്? കുമ്പളങ്ങയ്ക്ക് വാങ്ങിയിരിക്കുന്നത് ചെറിയുള്ളി, വലിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുവല്ലോ ഇതില്. അപ്പൊ നല്ല കുമ്പളങ്ങ, നല്ല മൂത്ത കുമ്പളങ്ങയാണ് കേട്ടോ, വലിയ സാധനമാണ്. അപ്പൊ തന്നെ നല്ല കട്ടിയില് വലിയ സാധനം വരുമ്പോഴാണ് അതിന്റെ നന്നായി കുറുകി വരും. പാലക്കാടിന്റെ ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഉരുളക്കിഴങ്ങ് ഇടുമ്പോ അതിന്റെ ചാറിന് ഈ പച്ചവെള്ളം പോലെ ഉണ്ടാവില്ല. നല്ല കട്ടി കൂടിയിട്ട് ആ ഉരുളക്കിഴങ്ങിന്റെ ഒരു മണവും നല്ല ഇത് ഉണ്ടാവും. അതാണ് ഉരുളക്കിഴങ്ങിടാൻ. അതില് എല്ലാവരും ഒന്നും ഇടൂല, ചിലവരും ഇടും. നല്ല നല്ല മണവും കൊഴുപ്പും കിട്ടാൻ വേണ്ടിട്ടാണ്. ചാറ് നല്ല കുറുകി വരാൻ വേണ്ടിട്ടാണ് അല്ലേ? അങ്ങനെ വരണം. തേങ്ങ കുറയ്ക്കണം. തേങ്ങ ഒരുപാട് തേങ്ങ ഇടാണ്ട് ഉരുളക്കിഴങ്ങിന്റെ പൊടിച്ചിടുമ്പോ ഈ ഉരുളക്കിഴങ്ങിന്റെ കൊഴുപ്പാണ് കൂടുതലും വരിക. ഈ കല്യാണം വീട്ടിൽ വെക്കുന്ന തലേ ദിവസം വെക്കുമ്പോൾ മാത്രം ഭയങ്കര ടേസ്റ്റും, അമ്മ വീട്ടിൽ വെച്ചാൽ മാത്രം ഒരു ടേസ്റ്റും നന്നായി വരും. മണം സാധാരണ കല്യാണ വീട്ടുകളിലാണ് തലേ ദിവസം വെച്ച ആ മണ്ഡപം മുഴുവൻ ഭയങ്കര മണമായിരിക്കും. ആഹാരം കഴിക്കാൻ തോന്നും, അത്രയ്ക്കും മണം കിട്ടും. അല്ല, ഓരോരോ നാട്ടിലും ഓരോരോ സ്റ്റൈലല്ലേ മാമ. കുറച്ച് അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് പന്നിക്കറി ഇല്ലെങ്കിൽ വൈകുന്നേരം കല്യാണം വീട്ടിൽ തലേ ദിവസം അവര് എന്തെങ്കിലും നെയ്ച്ചോറും ചിക്കനും അങ്ങനെയൊക്കെ ആയിരിക്കും. ബീഫൊക്കെയാണ്. കോഴിക്കോടൻ ഭാഗത്ത് പത്തിരി, അങ്ങനെയൊക്കെയാണ്. നമ്മുടെ പാലക്കാട് പറയുമ്പോ പ്രത്യേകിച്ചും കിഴക്കൻ പ്രദേശം, നമ്മുടെ ചിറ്റൂര് ഈ ഭാഗത്തൊക്കെ കോഴിയും കുമ്പളങ്ങയും ഇല്ലാണ്ട് ഒരു കല്യാണം ഇല്ല തലേ ദിവസം. നമ്മളെ കോഴിയും കുമ്പളങ്ങില്ലേ,
അതിന് പട്ടയും ഗ്രാമ്പുവും കുരുമുളക് ജീരകം ഇത്തിരി പെരുംജീരകം എടുത്തിട്ട് വന്നില്ല, അതും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായി പൊടിച്ചു വെക്കും. മെയിൻ അതിന്റെ മണം കിട്ടാനുള്ള ഒരു മെയിൻ ഇത്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിനെയും നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ചുവന്നുള്ളി നന്നായി അരച്ചെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ നന്നായി വഴറ്റിയിട്ട് മൂപ്പിച്ച് ചെയ്യാം. ഇറച്ചി നമുക്ക് കഴുകണ പരിപാടിയില്ല. ഇറച്ചി തിന്നും, പക്ഷെ കഴുകൂല. വലിയ ഉള്ളി കഴുകിയിട്ട് അരിയണം. അപ്പൊ അങ്ങനെ ചെയ്തു തരും. എനിക്ക് ഒരു പ്രാവശ്യം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണിക്കാൻ വയ്യ. അതുകൊണ്ടാണ്. ആഗ്രഹം ഇല്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്ത അപ്പം വേർക്കും. അല്ലേ മാമാ? ഒരു പ്രാവശ്യം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണിക്കാൻ വയ്യ. ഗായ്സ്, നരാട്ടൻ എത്തിയിരിക്കുകയാണ്. ഗായ്സ്, നമ്മുടെ മെയിൻ ഷെഫായ നരാട്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം. ജ്യോതി, നരാട്ടൻ എന്താണ് ആ വലിയുള്ളി ഒന്ന് കഴുകി തന്നു കഴിഞ്ഞാല് ഇതൊക്കെ നിങ്ങക്ക് അറിയും കുറച്ച് കഴിഞ്ഞ്. അതായത് ഫുഡ് വെക്കുന്ന സമയത്ത് കാய்கறி വെട്ടുക പറഞ്ഞാൽ നമ്മതാ எப்பயுமே நம்மதான், டைமிங்னாலே அது நம்மதான். അവർ പെർഫെക്ഷൻ വേണല്ലോ. നമുക്കാണ് പെർഫെക്ഷൻ ഉള്ളത്, അല്ലേ മാമ? അല്ലേ? പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഇതുവരെ ഇറച്ചിയിലൊന്നും പണി ചെയ്യാത്ത ആളാണ്. ഇന്നിപ്പോ ഒന്ന് ഒരു സഹായിക്കാൻ പറഞ്ഞപ്പോ കണ്ണാട്ടൻ നല്ല ഉത്സാഹത്തോടെ വന്ന് ഇന്ന് ഇറച്ചിയൊക്കെ കഴുകി തരികയാണ്. അല്ലേന്ന് ഇത് എന്നെ എന്താ ഒരു കഥകാലം പോലെ ആയിപ്പോലെ ചെയ്യാത്ത പണി ചെയ്യിപ്പിച്ചു. പോട്ടെ കല്യാണത്തിന് മുമ്പും ഇല്ല, കല്യാണത്തിന് ശേഷവും ഇല്ല. അന്നൊക്കെ പെണ്ണന്മാരുണ്ടല്ലോ, അമ്മയുണ്ടല്ലോ. ഇന്നിപ്പോ വയസ്സായി നിനക്ക്, അതുകൊണ്ട് എന്നെ പണി ചെയ്യിപ്പിക്കുകയാണ്. അതല്ല ഞാനും ചേർന്ന് തന്നെ ചെയ്യുന്നു. നിങ്ങളൊന്ന് കഴുകി തന്നാ ഞാൻ സൂപ്പറായി നമുക്ക് കോഴിയും കുമ്പളങ്ങയും വെച്ച്. അപ്പൊ ആരാ കോഴി കൊന്നത്? കോഴി കൊന്നത് കടയിലാണ്. ആരാ വാങ്ങിക്കൊണ്ടുവന്നത്? എന്റെ മകനാണ്. അപ്പൊ ആരാ വെക്കുന്നത് നമ്മളെല്ലാവരും ചേർന്ന്. ആരാ കഴിക്കുന്നത് നിങ്ങളായിട്ട് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, പോട്ടെ. മോട്ടോട്ട് ചെയ്ത് എന്തായാലും ഫ്ലക്സ് വെക്കണം. അതറിയില്ല. ഏതില് വേറൊരു കഴുകാനുണ്ട്. മഞ്ഞപ്പൊടി, ഉപ്പിട്ടു. അതിനുശേഷം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടു. മുളക് പൊടി എടുത്തു കുഞ്ഞാ. ഇത് മല്ലിപ്പൊടിയാണ്.
ഇനി ഇത് മുളക് പൊടിയാണ്. മുളക് പൊടിയാണ്. മോട്ടർ നിർത്തിക്കോളെ. മുളക് പൊടി കുറച്ചും കൂടി ഇടാം. കുമ്പളങ്ങയല്ലേ. ചിക്കൻ ഒരു 2 കിലോ ചിക്കനാണ്. അപ്പൊ അതിന് നമ്മള് മഞ്ഞപ്പൊടി ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇട്ടു. പിന്നെ മല്ലിപ്പൊടി എന്ന് പറയുന്നത് ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി എന്ന് പറയുന്നത് അതൊരു 6 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു 6 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് പോരെങ്കിൽ കറി തിളച്ച് ഇതാവും. ഒന്ന് വതങ്ങി വരുമ്പോ ഗ്രില്ലിക്കുള്ള മസാല കുറച്ച് കേട്ടോ. ഇതെടുത്തോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയുള്ളി, പിന്നെ മസാലപ്പൊടി. ഇനി അതിലേക്ക് കുറച്ച് തൈരും കൂടി. ഓക്കെ. തൈര് വെച്ചിട്ടുണ്ടേ. കറണ്ട് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ. മാമിയാർ മരുമകളായി മാറുമ്പോ എന്തോ. അതെ, അങ്ങനെയല്ല. ഇല്ല, ഇട്ടിട്ട് അരക്കാൻ പറഞ്ഞല്ലോ. ആരാ അതുകൊണ്ട് തന്നാള്? അച്ഛന് പ്രത്യേകം പറഞ്ഞു. ചെറുജീരകമാണ് മണം. പെടുത്തട്ടെ. ഇത് നമ്മുടെ അമ്മായിയാണ്, നിബുവിന്റെ മുത്തിയമ്മയാണ്. അപ്പൊ ബാക്കിയുള്ളത് മുത്തിയമ്മ ഇടും. എന്തൊക്കെ ഇട്ട് പറയേ? പട്ട, ഗ്രാമ്പു, പെരുംജീരകം, കുരുമുളക്, ജീരകം. ഇട്ടോളെ ഇട്ടോളെ. അതിലേക്ക് എടുത്തോ? നരനെടുത്തോ? നീ കുറച്ചും കൂടി ഇടി. കുമ്പളങ്ങ ചാറല്ലേ. ഇനി അടുത്തത് ഇത് വന്നിട്ട് ചുവന്നുള്ളി. മുഴുവൻ ഇട്ടോ. ഇനി കുറച്ച് വണങ്ങും വിടാം. ഇത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളി മുഴുവനും ഇടാ. അവർക്ക് വേണോ എന്തോ എടുത്താ? എന്നാ പിന്നെ ഇത് ഇട്ടോ. അങ്ങനെ ഇട്ടോ. ഇനി കുറച്ച് കറുവാപ്പൊടി ഇട്ടോ. ഓ, അതെല്ലാം ഇട്ടു. മഞ്ഞപ്പൊടി, മുളക് പൊടി. നരേട്ട കോഴിയൊന്നും മിണ്ടുന്നില്ല. മൈക്ക് വെച്ചിട്ടുണ്ട്. കോഴിയോട് മിണ്ടാൻ പറയാം. കോഴിയുടെ മാനസികാവസ്ഥ എന്താ? കൂട്ടാ വാ. എന്ത് പരിപാടി? ഇതാ ഒരു കോഴിയും കുമ്പളങ്ങയും വെക്കാവുണ്ട് പരിപാടി. അത്രയേ ഉള്ളൂ. പെങ്ങളൊക്കെ TSP തന്നെ തുക തരുമോ അളിയ? അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ മാമൻ. നാരായണസ്വാമി എന്നാണ് പേര്. നമ്മുടെ നെല്ലിയമ്പതിയിലും അതുപോലെ എല്ലാ വെസ്റ്റേൺ ഘാട്ടിലൊക്കെ ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നതാണ്. പറഞ്ഞു, പ്ലാസ്റ്റിക് വിരുദ്ധ ആയിട്ടുള്ള പ്രവർത്തനമാണ്. പ്ലാസ്റ്റിക് എവിടെയും ഉപയോഗിക്കാൻ പാടില്ല. നാട്ടിലും കാട്ടിലും ഉപയോഗിക്കാൻ പാടില്ല. കാട്ടിൽ ഉപയോഗിക്കുന്നതിന് ശക്തമായ എതിർത്തുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അതിനെക്കുറിച്ച് 2 വാക്കുകൾ. ആക്ച്വലി ഞാനല്ല ഇത് തുടങ്ങിയത്. എൻ്റെയും ഒരു മാമനുണ്ട്, ജയപാലൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇന്നില്ല. പുള്ളിയിൽ നിന്നാണ് സത്യത്തിൽ തുടക്കം. ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്.
ഗ്രീനറി ഗാർഡ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ നെല്ലിയാമ്പതി ബേസ് ചെയ്ത് നമ്മൾ തുടക്കം കുറിച്ചതാണ്. അത് പക്ഷേ ഇന്ന് വീണ്ടും വീണ്ടും അത് ഇപ്പോൾ നെല്ലിയാമ്പതി കഴിഞ്ഞു, അട്ടപ്പാടി കഴിഞ്ഞു, ഇപ്പോൾ ചിന്നാറ് കഴിഞ്ഞു. അത് പ്ലാസ്റ്റിക് ക്ലീനിങ്ങിന്റെ ഭാഗം അങ്ങനെ പോകുമ്പോഴും മറ്റുള്ള പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, അധിനിവേശ സസ്യങ്ങളുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, കാട്ടുതീയുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇപ്പോൾ പനമരങ്ങൾ നടുന്നതിന്റെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതെല്ലാം കൊണ്ട് ഇപ്പോൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ബേസ് ഇത് തന്നെയാണ്, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പ്രകൃതിയിൽ മനുഷ്യൻ മാത്രമാണ് കേന്ദ്രബിന്ദു എന്നുള്ള ഒരു അടിസ്ഥാന എല്ലാവരും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി പ്രകൃതിയിൽ നമ്മൾ ഒരു ജീവി മാത്രമാണ് എന്നുള്ളതും മറ്റുള്ളവർക്ക് കൂടി ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതും ആണ് നമ്മളുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ തത്വമായി കൊണ്ട് നടക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്താ ബോസ്? ഓക്കെ, ഇത് എൻ്റെ അളിയനാണ്. നാരായണസ്വാമി എന്ന പേര്. കുട്ടെന്ന് ചെല്ലപ്പേരുണ്ട്. പിന്നെ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം നാട് ചുറ്റാണ്, കാട് ചുറ്റിലല്ല. അല്ല സോറി, കാട് ചുറ്റിലാണ്, നാട് ചുറ്റിലല്ല. പിന്നെ പാചകക്കലയിൽ നമ്പർ 1 ആണ്. പാലക്കാട് എസ് മണിയൻ ഇല്ലേ, അതെ SS അയ്യറാണ്. അയാളെക്കാട്ടിയും ക്യാമനാണ്, നന്നായി പാകം ചെയ്യും. അപ്പോൾ അതിൻ്റെ രുചിയൊന്നും അറിയണമെങ്കിൽ നാട്ടിലോട്ട് വന്ന് ആ രുചിയും കൂടി ഒന്ന് രുചിച്ചു പോകാതിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ കോഴിയും കുമ്പളങ്ങയും വെക്കാൻ പോവാണ്. ആദ്യമായി ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഇനി അപ്പോൾ അതിലേക്ക് ഉള്ളി ഇടുന്നു. ആദ്യമായി ഉള്ളി ഇടുന്നു. കടുകൊന്നും വേണ്ട, ഉള്ളി. പൊടിയുപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഒരു ലേശം. ഈ ഉള്ളി നന്നായി വണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് പൊടി ചേർക്കും. ആ മതി മതി, ഒന്ന് ഇളക്കി. കറിവേപ്പില ഇടുന്നതായിരിക്കും. നമ്മുടെ കറിവേപ്പില തന്നെ നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. ഇതൊന്ന് നന്നായി ചുവന്ന് വരട്ടെ. അതിൻ്റെ ഒപ്പം ഇത്തിരി പച്ചമുളക് കിട്ടും. പച്ചമുളക് 2ആയി കീറിയത്. അതെ. നല്ലോണം വഴണ്ട് വന്ന ശേഷം തക്കാളി നൈസായി അരിഞ്ഞു വെച്ച തക്കാളി ഇടുക. അപ്പോഴേക്കും കത്തുകയും ചെയ്ത് ഇങ്ങനെ ഊതി ഊതി ഉപ്പഴുത് അതൊക്കെ കഴിഞ്ഞടാ. കഴിഞ്ഞപ്പോഴേ ഇതുവരെ അങ്ങനെ പറയണ്ട. ഇത് എന്തറിയോ, ഇത് പാകം വരുമ്പോ അത് നിങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് നിന്നെ അടുത്തില്ല. നന്നായി ഒന്ന് ഇളക്കി പാകപ്പെടുത്തിയിട്ട് ഇനി പറിച്ച് അടുത്തത് ഇറച്ചി ഇടുകയാണ്. നമ്മള് ഇറച്ചിയിലെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. പട്ട, ഗ്രാമ്പു, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ സാധനവും ഇതിലേക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇടാൻ പോവാണ് ഞാന്. നന്നായി ഇല്ല, ഇത് നിങ്ങള് ഇളക്കിക്കോളെ. കുഴപ്പമില്ല, നന്നായി ഇളക്കി. ഇപ്പൊ ഒഴിക്കണ്ട കേട്ടാ.
വെള്ളമെല്ലാം പാകപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. തുണി വേണം പറഞ്ഞിട്ടോ. ഇല്ല, ഒന്ന് കാണിച്ചോ. അയ്യാ, തട്ടം എടുക്കുകയും ചെറിയൊരു തട്ടം. വാരിയിടി, വെള്ളമില്ലാണ്ട് വാരിയിടി. നാളെ അടുത്തത് കുമ്പളങ്ങി ഇടുകയാണ്. ജോലി ജൂലി പാലക്കാടിലെ കുമ്പളങ്ങ കറി ഒന്ന് പഠിക്കുകയാണ്. അതെ, ഞാൻ ആദ്യം പഠിച്ചുണ്ടാക്കി പറയാം. ഞാൻ ഓൾറെഡി ചേച്ചി വെച്ച് കഴിച്ചിട്ടുണ്ട്, അത് അടിപൊളിയാണ്. ഈ കുമ്പളങ്ങിയിൽ തന്നെ ഇങ്ങനെ വെള്ളം ഊർന്നു വരും. അപ്പൊ നമ്മൾ അധികം വെള്ളം ഒഴിക്കരുത്. നല്ല ആ കുമ്പളങ്ങിയിലെ ഉപ്പും ഇതൊക്കെ പിടിച്ച് മസാലകളൊക്കെ പിടിച്ച് അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇത് നേരെ പോറ്റി കൊടുക്കാൻ മതിയാവില്ല. ഉഴപ്പിറങ്ങാൻ തുടങ്ങി. കോഴി അറുത്തിട്ട് എപ്പോഴും തലിയെ ഇടാറുള്ളൂ. കാരണം മെയിനായിട്ടുള്ള ദൈവത്തിന് കൊടുക്കില്ല. കരുത്തുണി അതോ തലയെ കെട്ടിരിക്കണം. കാട്ടിൽ ആരെങ്കിലും പണ്ട് തൂങ്ങി വെച്ചതോ തലയെ കെട്ടിക്കുക. തലയെ കെട്ടേണ്ട തുണി കെട്ടും. അല്ല, ഞാൻ പറഞ്ഞത് സാമ്യര് പോലെ ഇരിക്കണ പറഞ്ഞപ്പോഴേ പറഞ്ഞു വരുമാനം അത്യാവശ്യം എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുടിക്കാൻ കറക്റ്റായി. മൂടി വെക്കും. തീ കുറച്ചല്ലേ കത്തുന്നുള്ളൂ. ഇതിലെ വെക്കും. കുടിക്കാൻ അങ്ങനെ ചൂടായിട്ടുണ്ടാവില്ല. ഇവിടെ ഇത് ചൂടില്ല. കടുവ ഉണ്ടപ്പോ നമുക്ക് അതിന് മുറിച്ച് വെക്കേണ്ട വരുമോ ഡൗട്ട് ഉണ്ട് കേട്ടോ. ഫ്രയറിനോട് ഒന്നിച്ച് അതിന് കയറുമോ ഡൗട്ട് ഉണ്ട്. എന്തെങ്കിലും എടുക്കാനുണ്ടോ പറയാനുണ്ടോ? മധുരമില്ലാത്ത പായസം പോലെ. എരിവുണ്ട്, ഉപ്പുണ്ടല്ലോ. കുറച്ച് എരിവ് മറ്റേ കുമ്പളങ്ങി പോവില്ല. അപ്പൊ എരിവുണ്ടാവില്ല. കുമ്പളങ്ങയും കോഴിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മള് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതും തേങ്ങയും കൂടെ കലക്കി
അതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് വെള്ളം കുടിക്കും ചേച്ചി. അതാ കുഴപ്പമില്ല. ഇത് പാലക്കാട് മാത്രം പട്ടലാണ് അല്ലേ ഈ തേങ്ങാപ്പാൽ ഒഴിക്കല്? തേങ്ങാപ്പാലല്ല, തേങ്ങ നന്നായി അരച്ചു വെള്ളം എടുത്തോളം ചേച്ചി. ചാറ് വേണം. ഇത് കറക്റ്റ് സ്ലൈസ് ചെയ്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റേ റൗണ്ട് ആയിട്ട് അതല്ല നല്ലത്. കുറച്ച് ഭംഗിയിട്ട് കട്ട് ചെയ്തിട്ടാ. എനക്കിന്നേ വരുവീங்களாடா വേറെ ശരി ഓക്കെ. എന്തെങ്കിലും പറയാൻ പറയുമ്പോ ഇന്നൊരു ബ്യൂട്ടീഷ്യന് വരാൻ പറയാം. അതെ, ഭംഗിക്ക് വേണ്ടിട്ട് ബ്യൂട്ടീഷ്യൻ വീട്ടിൽ പോയിരിക്കുകയാണ്. അല്ല, അതിന്റെ ഇടയിൽ ചെറിയൊരു പ്രൊമോഷൻ. ഇതെന്താണ് പരിപാടി? ഒന്നുമില്ല, രാത്രിയല്ലേ അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടി ഒരു ക്യാമ്പ് ഫയർ പോലെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടല്ലോ നല്ല സന്തോഷമായിട്ട്. അതെ മാം, സെറ്റപ്പ് ആക്കപ്പോ നമ്മള്. അതെ. ഇനി സൈഡ് സപ്പോർട്ട് ആയിട്ട് വെക്കണം കടയിൽ. അച്ഛല്ല ഇനി വേണോ? മട്ടയും തുടങ്ങി. നമ്മുടെ കുമ്പളങ്ങ കോഴിയിറച്ചി റെഡി ആയി കഴിഞ്ഞു. ഇനി ആ ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലി ഇല ഒന്ന് അടച്ചു വെക്കും. കഴിഞ്ഞു. അത് തിളച്ച് കഴിഞ്ഞപ്പോ കഴിഞ്ഞു. അങ്ങനെ കുമ്പളങ്ങയും കോഴിയിറച്ചിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി രുചിയോടുകൂടി നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാം. നേരം ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇത് സർവ് ചെയ്യാൻ എടുക്കുന്നതായിരിക്കും. ഞാൻ മൊബൈലില് ചാർജ് ഉണ്ട്. മൊബൈലിൽ ചാർജ് ഇങ്ങനെ വേണമെങ്കിൽ പറ്റും. ഇങ്ങനെ വന്നാൽ നമ്മുടെ
കുമ്പളങ്ങി കോഴിയിറച്ചിയും പാലക്കാടിന്റെ സ്പെഷ്യൽ. ഇല്ലാത്തൊരു കല്യാണവും ഇല്ല ഞങ്ങളുടെ പാലക്കാട്ടിൽ. പ്ലേറ്റ് എടുത്തോ? ഇതിന്റെ രുചിയൊന്നും വേറെ. ചിക്കൻ മാത്രം മതി. ഒരു പ്ലേറ്റ് എടുത്താൽ പ്ലേറ്റ് ഉണ്ടല്ലോ കഴിക്കും. എന്താ പറയണ? ഓൾ താങ്ക്സ്. നമ്മൾ തയ്യാർ ചെയ്ത കോഴിയും കുമ്പളങ്ങിന്റെയും വെച്ച് കഴിച്ചതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് നമ്മുടെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഉണ്ണിക്കണ്ണാട്ടെ എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയായിട്ടുണ്ട്. തുഷാരെ എങ്ങനെയാണ്? കഴിച്ചിട്ടില്ല, കഴിക്കുന്ന ആളുടെ അടുത്ത് ചോദിച്ചു. എങ്ങനെയാ പറയും? സൂപ്പർ ആയിട്ടുണ്ടാ? കഴിച്ചാ? ഇവിടെ കണ്ണാട്ടെ പാലക്കാട് കുമ്പളങ്ങിയും കോഴിയിറച്ചി ബേഷ് സൂപ്പർ ആയിട്ടുണ്ട്. ചേച്ചി പറ്റിയത് സൂപ്പർ ആയിട്ടുണ്ട്. നാരായണസ്വാമി, പഴയ ചെറുപ്പകാലത്തുള്ള പാലക്കാടിന്റെ ഒരു തനതായ പൊങ്കൽ വെപ്പുണ്ട്. രാത്രി കാലത്ത് 10-11 മണിയാകുമ്പോൾ ഇതുപോലെ ഭയങ്കര എരിയോടുകൂടി മൂക്കിൽ കൂടെ ഒക്കെ വെള്ളം ഒലിച്ച് പൊങ്കൽ കഴിക്കുന്ന ഒരു ഫീല് കുറച്ചു കാലത്തിന് ശേഷമായിട്ട് അതിൽ കിട്ടുമ്പോൾ ഒരു ഫീൽ. അതെ, മൂപ്പം പൊങ്കല്, മുനിയപ്പം പൊങ്കല്, ഇതൊക്കെയായിരുന്നു അന്നത്തെ പൊങ്കൽ വിശേഷങ്ങൾ. എന്തായാലും ആ ഒരു ഫീൽ ഉണ്ട്. വളരെ നന്നായി. ശരി, വളരെ നന്നായിട്ടുണ്ട്. അതവിടെ ലൈറ്റ് അവിടെ ചേച്ചിമാർ രണ്ടുപേരും ഇവിടെ കഴിക്കുന്നുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട് ആഹാരം? സൂപ്പർ ആയിട്ടുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. പാലക്കാട്ടിലെ കസ്തിയും കുമ്പളങ്ങി സൂപ്പർ ആയിട്ടുണ്ട്. ശരി ശരി. ചേച്ചിയുടെ അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വീട്ടിൽ കഴിച്ചത് മാത്രമാണ്. ഇതേപോലെ ഒരു വൈബില് ആദ്യമായിട്ടാണ് കഴിക്കണേ. നല്ല എരിവും പാലക്കാടിന്റെ ഫ്ലേവേഴ്സ് ഉള്ള അടിപൊളി ചിക്കനും കുമ്പളങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ. എടുത്ത് കഴിക്കാൻ പറ്റുന്നൊക്കെ ചൂടുണ്ട്. എങ്ങനെയുണ്ട് മരുമനെ? സൂപ്പറാ, നന്നായി. ഇതെന്താ സാധനം? ഗ്രിൽ ചിക്കൻ. ശരി. കണ്ണാട്ടെ, ഗ്രില്ല് ചെയ്ത ചിക്കൻ എങ്ങനെയുണ്ട് അഭിപ്രായം? ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എരിവ് കൂടുതലുണ്ടോ? എരിവ് കൂടുതലില്ല, എല്ലാം കറക്റ്റ് ആണ്, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചു നോക്കി എന്നിട്ട് അഭിപ്രായം പറയാം. ശരി. നരനാണ് ഇതിന്റെ തയ്യാറിപ്പോ? നരനാണ് വെച്ചത്. എന്തായാലും നര വീണ്ടും വിളിക്കും, ഇനിയും വന്ന് വെച്ച് തരണം. ശരി ശരി, ഓക്കെ. സൂപ്പർ ആയിട്ട്. അപ്പോ നമ്മുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫാമിലിയോടുകൂടി എല്ലാരും കൂടി ഫുഡൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പാലക്കാടൻ സ്പെഷ്യൽ ഫുഡൊക്കെ വെച്ച് അല്ലേ മാമ? കുമ്പളങ്ങിയും കോഴി കറി. കുമ്പളങ്ങിയും കോഴിയും. ഇത് ഗ്രില്ല് ചെയ്തതാണ്. ഇതും വളരെ നന്നായിട്ടുണ്ട്. എല്ലാരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സൂപ്പർ ആയിട്ടുണ്ട് പരിപാടി. അടിപൊളി പരിപാടിയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു നല്ലൊരു അടിപൊളി എപ്പിസോഡുമായിട്ട്. ട്രാവലാണോ ഫുഡാണോ? ട്രാവലർ ആയിരിക്കും. അപ്പൊ ട്രാവൽ വ്ലോഗുമായിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരുന്നതാണ്. ഈ ആഴ്ച തന്നെ വരും. യെസ്. അപ്പോ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ.